ജോബിൻ ബ്രദറെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതം ചരിത്രം തന്നെ മാറ്റുമോ? മാറ്റും. ഒരു മനുഷ്യന്റെ ജീവിതം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ അനുസരിച്ച് ഒരു സഭയുടെ ഭാവി തന്നെ രൂപപ്പെടുത്തും. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ആയിരങ്ങളെ സഭയിലേക്ക് നയിക്കുമോ? അതെ, ചരിത്രം തന്നെ സാക്ഷിയാണ്. എങ്കിൽ അങ്ങനെ ഒരു മനുഷ്യന്റെ കഥയാണ് ഇന്നിവിടെ തുറക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു പ്രകാശത്തിന്റെ ജീവിതമാണ് നമ്മൾ ഇന്ന് പിന്തുടരാൻ പോകുന്നത്. ഗിരിദീപം. പ്രിയമുള്ളവരെ, ഇത് വെറും ഒരു പുസ്തകമല്ല, ഇത് വെറും ഒരു ആത്മകഥയുമല്ല. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പുനരൈക്യ പ്രസ്ഥാനത്തിന് ജന്മം നൽകിയ ഒരു പ്രവാചകന്റെ ഹൃദയസ്പന്ദനമാണിത്. ബദനി സന്യാസ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകനായ ഒരു തപോധനന്റെ ആത്മാവിലേക്കുള്ള യാത്രയാണിത്. ഗിരിദീപം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ചോദ്യം ഉയരുന്നില്ലേ? ഏത് ദീപം? ആരെയാണ് ഈ ദീപം പ്രകാശിപ്പിച്ചത്? എത്രയോ തലമുറകളെ, എത്രയോ സന്യാസ വിളികളെ, എത്രയോ വിശ്വാസ യാത്രകളെ. ശരിക്കും ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണ്? മിക്ക കഥകളിലും എഴുത്തുകാരൻ തന്റെ കഥ പറയുന്നു. എന്നാൽ ഇവിടെ മാർ ഇവാനിയോസ് പിതാവ് തന്റെ മഹത്വം പറയുന്നില്ല. പിന്നെ പിതാവ് സഭയുടെ കഥ പറയുന്നു, മലങ്കരയുടെ കഥ പറയുന്നു, ബദനിയുടെ കഥ, ത്യാഗങ്ങളുടെ കഥ, സ്വപ്നങ്ങളുടെ കഥ, ദൈവം സഭയെ അത്ഭുതകരമായി വഴി നടത്തിയ കഥ. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഗിരിദീപം ഒരു പുസ്തകമല്ല, അത് മലങ്കരയുടെ ചരിതമാണ്. ഇത് ബദനിയുടെ ആത്മകഥയാണ്, ഒരു തപസ്വിയുടെ ആത്മസംഘർഷങ്ങളുടെ സാക്ഷ്യമാണ്, ഒരു വിശുദ്ധ ജീവിതത്തിന്റെ കാൽപ്പാടുകളാണ്. ബ്രദർ, ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ്? ചില പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നാം അവ അടയ്ക്കും. അതെ. എന്നാൽ ചില പുസ്തകങ്ങൾ നമ്മുടെ കണ്ണുകൾ തുറക്കും, നമ്മുടെ ഹൃദയങ്ങൾ ഉണർത്തും. ഒരു പുസ്തകം വായിക്കാനല്ല, ഒരു ദർശനം കണ്ടെത്താൻ, ഒരു ചരിത്രം മനസ്സിലാക്കാൻ, ഒരു വിശുദ്ധന്റെ ഹൃദയമിടിപ്പ് കേൾക്കാൻ. ഗിരിദീപം ഒരു പുസ്തകമല്ല, ഒരു പ്രകാശയാത്രയാണ്. ആ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ നിങ്ങൾക്ക് മുമ്പിലേക്ക് മാർ ഇവാനിയോസ് പിതാവിനോടൊപ്പം ഒരു പ്രയാണം, ഗുരുദർശനം.